ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഞാൻ ഇന്ന് ഇവിടെ തനിച്ചാണ്. അപ്പോൾ തനിച്ചായ ഒരു ദിവസം ഞാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇന്ന് ചെയ്യുന്നത് എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീട്ടിൽ തനിച്ചാകുന്ന അവസരങ്ങൾ തീരെ ഇല്ല എന്നല്ല, പക്ഷെ കുറവാണ്. മിക്കവാറും ശ്രീയേട്ടൻ കൂടെ ഉണ്ടാകും, അല്ലെങ്കിൽ മോൻ ഉണ്ടാകും. ഇന്നിപ്പോൾ അച്ഛനും മോനും കൂടി രാവിലെ നിലമ്പൂരിലേക്ക് പോവുകയാണ്. അവിടുന്ന് അപ്പോൾ വയനാട്ടിലേക്ക് പോകും. ശ്രീയേട്ടൻ വീട്ടിൽ പോയിട്ട് വൈകുന്നേരമേ വരികയുള്ളൂ. നല്ല ചൂടുകാലമല്ലേ, ഒരു 4 മണിയൊക്കെ ആവാതെ അവിടുന്ന് തിരിച്ചു പോരില്ല. എന്നാലും 5-5:30 ആകുമ്പോഴേക്കും ഇവിടെ എത്തും. ഇങ്ങനെ വാതിൽ അടച്ചു കുറ്റിയിടുന്നത് പേടിച്ചിട്ടൊന്നല്ല കേട്ടോ, എന്നാലും ഒരു കരുതൽ വേണമല്ലോ. എന്തിനാന്ന് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഭയങ്കര സൈലന്റ് ആണല്ലോ, കുറച്ച് ശബ്ദമൊക്കെ വേണ്ടേ? റേഡിയോയിൽ ഇപ്പം എന്താ പരിപാടി നമുക്ക് നോക്കാം. ആഹാ, നല്ല പാട്ട്, പഴയ പാട്ടുണ്ട്, ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ. എനിക്ക് പാടാനൊന്നും അറിയില്ല കേട്ടോ. ആ പാട്ടാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ കേൾപ്പിക്കാൻ നിവൃത്തിയില്ല, കോപ്പിറൈറ്റ്. ഇവിടെ റേഡിയോ വെക്കുന്ന ആള് ശ്രീയേട്ടനാണ്. ഞങ്ങളുടെ ഈ അടുക്കളയിലേക്ക് ഇങ്ങനെ 4 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വരണേ. ഇവിടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പുറത്തെ വിവരങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തിനാ ഇങ്ങനെ വാതിലടച്ച് കുറ്റിട്ടേന്ന് മനസ്സിലായില്ലേ? അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് പോയത്. ഞാൻ അന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടോ, എണ്ണ പുരട്ടാനുള്ള എൻ്റെ ബ്രഷ്, അണര്. എന്താ ഇതിന് അണര് എന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല കേട്ടോ. അമ്മ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അപ്പം ഞാനും അങ്ങനെ പറയാണ്. സംഗതി വാഴയിലയുടെ തണ്ടാണെന്നേ. തലപ്പ് നന്നായിട്ടൊന്ന് ചതച്ച് കൊടുത്താൽ മതി. അല്ല, നാച്ചുറൽ ബ്രഷ് റെഡി. ഞങ്ങളുടെ വീട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ താമസം ഒരു വാടക വീട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ വീടാണിത്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ ഇപ്പം താമസിക്കുന്നത്. ഇവിടെ സൗകര്യങ്ങൾ കുറവാണ്. സൗകര്യക്കുറവൊക്കെ ഞങ്ങളങ്ങ് സഹിച്ചു. എന്താന്നോ, വീട് പണി നടക്കുന്നതിന് തൊട്ടടുത്താണ് ഈ ഒരു വീടുള്ളത്. അപ്പോൾ ആ സൗകര്യത്തിനാണ് മുൻഗണന കൊടുത്തത്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ദോശയും ചട്നിയും സാമ്പാറും, ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അവരും ഇത് തന്നെയാണ് കഴിച്ചിട്ടുള്ളത്. ഞാൻ രാവിലെ ചായ കുടിക്കാറില്ല കേട്ടോ. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മൂത്ത ബ്രദർ ഇവിടെ വന്നിരുന്നു. കുറച്ച് സമയം സംസാരിച്ചിരുന്നിട്ട് പോയി. ഇനി ഞാൻ എൻ്റെ ബാക്കി പണികളൊക്കെ ചെയ്യട്ടെ. പഴയ വീടാണ്. നിലം കൂടുതൽ ഭാഗവും മൊസൈക്കാണ്. കിച്ചണും ഡൈനിങ്ങും മാത്രമേ ഇവിടെ ടൈല് ഇട്ടിട്ടുള്ളൂ. ഈ മൊസൈക്കാണെങ്കിൽ എത്ര അടിച്ചാലും തുടച്ചാലും വൃത്തിയായി എന്നങ്ങോട്ട് തോന്നില്ല നമുക്ക്. തുടച്ചു കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റിപ്പോകും. അതാണ് ഒരു ഗുണമുള്ളത്. ഇന്നിപ്പോൾ ലഞ്ച് എനിക്ക് മാത്രം മതിയല്ലോ. 1/2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. ദാവത്ത് എന്ന കമ്പനിയുടെ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് കുക്കറിലാണ് വേവിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു റൈസ് ഉണ്ടാക്കാം എന്നാണ് ഞാൻ കരുതുന്നത്, ക്യാരറ്റ് റൈസ്. അപ്പോൾ അരി കഴുകിയിട്ട് കുക്കറിലിടാം. ഈ ഗ്ലാസ്സിലാണ് അരി എടുത്തത്. അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും അളന്നെടുക്കണം. 1 ഗ്ലാസ് വെള്ളം എടുത്തു, പിന്നെ ഒരു 1/4 ഗ്ലാസും കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അരി എത്രയാണോ അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക, ഒരല്പം വെള്ളം കൂടി കൂടുതലും എടുക്കുക. പാകത്തിന് ഉപ്പും ചേർത്ത് കുക്കർ സ്റ്റൗവിൽ വെച്ചിരിക്കുകയാണ്. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വന്നാൽ മതി. ഇവിടെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഞാൻ കുറേ പാത്രങ്ങളൊക്കെ വെച്ചു. പിന്നെ മുകളിൽ കണ്ടില്ലേ, ഇവിടെ കീയും പാത്രങ്ങളാണ്. എവിടെ നോക്കിയാലും ഷെൽഫൊന്നും ഇല്ലാത്തതുകൊണ്ടേ നിറയെ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെക്കണം. എല്ലാതും ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുക. ഒരു ടവലിടാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ ഒരു ചരട് കെട്ടിയത്, ഒരു പ്ലാസ്റ്റിക് കയർ കെട്ടിയത്. പാത്രം തുടയ്ക്കാനും പ്ലേറ്റുകൾ തുടയ്ക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ കൈ തുടയ്ക്കാനുള്ള ടവൽ വെക്കാൻ വേറെ സ്ഥലമില്ല, ഞാനിവിടെ ഈ ഇങ്ങനെ വെക്കാറാണ്. കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കി. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കാം. ഞാനിവിടെ കുറച്ച് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള പാത്രങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അതൊക്കെ ഞാൻ എടുത്തു വെക്കും. ബാക്കിയുള്ളതൊക്കെ ഹരിത കർമ്മസേന വരുമ്പോൾ അവർക്ക് കൊടുക്കും. യോഗട്ടിൻ്റെയും പീനട്ട് ബട്ടറിൻ്റെയും ഒക്കെ കണ്ടെയ്നേഴ്സാണ് നല്ല ക്വാളിറ്റി ഉള്ളത്. അതിൻ്റെ അടിയിൽ അതിൻ്റെ ക്വാളിറ്റി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമായിരിക്കും, എന്നാലും ഞാൻ ചില സിമ്പിൾസ് പറയാട്ടോ. ഈ ഒരു ത്രികോണാകൃതി കണ്ടില്ലേ, 5 എന്ന് എഴുതി താഴെ PP ഉണ്ട്. താരതമ്യേന സേഫ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണിത് എന്നാണ് അർത്ഥം. ഈ ഒരു സിമ്പല് ഭക്ഷ്യവസ്തുക്കളാക്കി വെക്കാൻ സേഫ് ആണ് എന്ന് കാണിക്കുന്നു. ഈ ഒരു സിമ്പലാവട്ടെ മൈക്രോവേവ് അവനിൽ വെക്കാൻ പറ്റും ഈ പാത്രം എന്നാണ്. പിന്നെ ഇതാണെങ്കിൽ ഫ്രീസറിൽ വെക്കാം. -40 ഡിഗ്രി വരെയുള്ള തണുപ്പിലൊക്കെ ഇത് വെക്കാൻ പറ്റും. ക്യാരറ്റ് റൈസിന് വേണ്ട ക്യാരറ്റും മല്ലിയിലയും കഴുകിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് വിനാഗിരി കൂടി ചേർത്ത്
20 മിനിറ്റ് ഇവിടെ മുക്കി വെക്കുകയാണ്. അതിലത്തെ കീടനാശിനി ഫംഗസ് ഒക്കെ കുറേയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി പെട്ടെന്നൊരു കുളി പാസ്സാക്കിയിട്ട് വരട്ടോ. ഈ ഒരു ബാത്റൂം മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഷഠേന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. കുളിച്ചാ പിന്നെ മുടി എന്തോ പോലെയാ. നനഞ്ഞു കഴിഞ്ഞാലേ പിന്നെ നേരെ നിൽക്കേ ഇല്ല എത്രയായാലും. അപ്പൊ കുളിച്ചിട്ട് വീണ്ടും കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള പരിപാടി നോക്കാം. ഇന്നിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് വെള്ളം കൂടി എനിക്ക് വളരെ കുറവാണ്. ഞാൻ ഈ ബോട്ടിൽ വെള്ളം ആക്കി വെച്ചിട്ട് കുടിക്കും. ഒരു 3 ലിറ്റർ വെള്ളം വൈകുന്നേരം ആകുമ്പോഴേക്ക് കുടിക്കാറുണ്ട്. വിനാഗിരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള ക്യാരറ്റും മല്ലിച്ചപ്പും കഴുകി ഊറ്റിയെടുത്തു. സവാള ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യണം. ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതിനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. പിന്നെ 1 ഏലക്ക, 1 ഗ്രാമ്പൂ, 1 പട്ട ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചോറ് വളരെ കുറവാണല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്. എന്തോ വിളിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. റോഡ് സൈഡിലാവുകൊണ്ട് അതൊക്കെ കേൾക്കാൻ കൊണ്ട്. നെല്ലിക്ക കേൾക്കുണ്ടാവോ? നെല്ലിക്ക, പച്ച നെല്ലിക്ക. റോഡ് അടുത്തായതുകൊണ്ട് ഇതൊക്കെ വിളിച്ച് പറഞ്ഞു പോകുന്നൊക്കെ ശരിക്കും കേൾക്കാം. അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സവാള എന്താ പറയുക, സവാള എന്ന് പറയും. വലിയ ഉള്ളി എന്ന് പറയും. ഇവിടെ അങ്ങനെ പറയും, വലിയ ഉള്ളി സവാള. ചിലര് സബോള എന്ന് പറയും. അപ്പൊ അത് നമ്മളിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റണം. കുറച്ച് നല്ലോണം ഒന്ന് വഴന്ന് വരണം. അപ്പൊ ഈ സവാള ഏതാണ്ടൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കാൻ മറന്നുപോയി. വീട്ടിലിങ്ങനെ തനിച്ചാകുമ്പോഴേ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബോറിന് ഏർപ്പാട് തന്നെയാണ്. വേറെ ആരെങ്കിലും ഒക്കെ വേണം നമ്മൾ ഉണ്ടാക്കിയത് കഴിക്കാൻ. അപ്പോഴല്ലേ ഒരു രസമുള്ളൂ. എന്നാലും തനിച്ചാവുന്നവരും കഴിക്കാതിരിക്കരുത് കേട്ടോ. കഴിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നമ്മുടെ ശരീരത്തിന് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. തനിച്ചാ ഇപ്പൊ ക്യാരറ്റ് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഉപ്പ് കുറച്ച് ചേർക്കണം ഇതില്. ചോറിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനിയിപ്പോൾ ഈ ക്യാരറ്റിലേക്കുള്ള സവാളയും അതിലേക്കുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ചേർക്കാനുണ്ട്. ഇതല്ലോ സാമ്പാർ പൊടി. സാധാരണ ലോങ് റൈസ് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഗരം മസാലയൊക്കെ അല്ലേ ചേർക്കുക. ഇതിപ്പോൾ ഇതിലേക്ക് സാമ്പാർ പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പിന്റെ ഈ തണ്ടൊക്കെ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് വഴറ്റി വരട്ടെ. ഇനി എല്ലാം കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഈ ക്യാരറ്റ് റൈസിന്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. അതില് പച്ചരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പച്ചരി ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാം. ഞാൻ ലോങ് റൈസ് എടുത്തുന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ആ യൂട്യൂബിൽ കണ്ടതുപോലെ തന്നെയാണ്. ഒരു തമിഴ് റെസിപ്പിയാണ് ഞാൻ കണ്ടത്. അപ്പം അവര് പൊതുവെ പച്ചരിയാണല്ലോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പച്ചരി കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്. സാമ്പാർ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇപ്പൊ ഇതിലെല്ലാം ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ചോറിടാം. വെള്ളമൊക്കെ വറ്റി കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. സാമ്പാർ പൊടി പോരാന്ന് തോന്നിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉരുകി എല്ലായിടത്തും സ്പ്രെഡ് ആവട്ടെ. ഇതുണ്ടോ, നമ്മുടെ ക്യാരറ്റ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഒരു സംഗതി കൂടി വേണം. ഇതിലേക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. ഒരു ചെറുനാരങ്ങ വേണ്ട കേട്ടോ, ഒരു 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ക്യാരറ്റ് റൈസിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻ കൂടി ഉൾപ്പെടുത്തട്ടെ.
ഈ ഒരു ചട്ടി കണ്ടില്ലേ, വെള്ളപ്പ ചട്ടിയാണ്. പക്ഷെ എനിക്ക് ഇതിപ്പോ ഒരു മൾട്ടിപർപ്പസ് ചട്ടിയാണ്. ഞാനിതില് വെള്ളപ്പം ഉണ്ടാക്കും, പിന്നെ നീർദോശ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുഴറ്റി കൊടുക്കുകയാണ് ചെയ്യുക. അപ്പൊ നല്ല ഷേപ്പിൽ നീർദോശ ഉണ്ടാക്കാൻ പറ്റും. മലപ്പുറംകാരുടെ സ്പെഷ്യലാണല്ലോ നീർദോശ. പിന്നെ മുട്ട പൊരിക്കാൻ പറ്റും, അതിനും നല്ലതാണ്. ഇങ്ങനെ ചുഴറ്റി സൂപ്പറായിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കിട്ടും. ഗോതമ്പ് ദോശയും വേണമെങ്കിൽ ഇങ്ങനെ പരത്തിയിട്ടുണ്ടാക്കാം കേട്ടോ. സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുട്ട ചിക്കി പൊരിക്കുക. ഓംലെറ്റ് അല്ല ഉണ്ടാക്കുന്നത്, ഞങ്ങൾ മലപ്പുറത്തുകാർ പറയും ചിക്കി പൊരിക്കാറ്. അപ്പം എൻ്റെ ലഞ്ച് ഇന്ന് ഇങ്ങനെയാണ്. പ്രസൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ തനിച്ചാണെന്ന് വിചാരിച്ചിട്ട് അലങ്കാരത്തിനും അലങ്കോലത്തിനൊന്നും ഒട്ടും കുറവില്ല കേട്ടോ. അപ്പം ഇനി ലഞ്ച് കഴിക്കട്ടെ കേട്ടോ. ഈ മുട്ട ചിക്കി പൊരിച്ചത് ഈ റൈസിൻ്റെ കൂടെ തന്നെ ഇട്ടാൽ എന്താന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കതിന് ഉത്തരമില്ല. എനിക്കിഷ്ടം ഇല്ല അങ്ങനെ ഇടാൻ. അത് വേറെ തന്നെ വെച്ചിട്ട് വേറെ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് നല്ല ഇഷ്ടാട്ടോ ഈ ഒരു റൈസ്, സൂപ്പറാ. ക്യാരറ്റ് റൈസ് ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കിച്ചണൊന്നും ക്ലീൻ ചെയ്യാതെ തന്നെ വേഗം ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ വന്നത്. പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഡീപ്പ് ക്ലീനിങ് രാത്രിയാണ് ചെയ്യാറ്. ഇപ്പോൾ സ്റ്റൗവിൽ കുറച്ച് ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് തുടച്ച് കളയുന്ന മാത്രമേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട്. എനിക്കിഷ്ടമാണ് കേട്ടോ എഡിറ്റിങ്. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് തന്നെ. പിന്നെ യാത്രകളുണ്ടായിരുന്നു, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ നല്ല ചൂടാണ് ഇവിടെ. അപ്പോൾ ഉച്ച സമയത്ത് എഡിറ്റ് ചെയ്യാനിരുന്നാൽ ഉറങ്ങിപ്പോവോ അറിയില്ല. മുന്നിലുള്ള ഈ കെട്ടിടത്തിൻ്റെ അപ്പുറത്തും മെയിൻ റോഡാണ്. സൈഡിലും ഇതുപോലൊരു റോഡുണ്ട്. എപ്പോഴും വാഹനങ്ങളുടെ ശബ്ദമാണ് ഇവിടെ. വീഡിയോയിലും അതുണ്ടാവും. ഞാൻ കുറേയൊക്കെ വോയിസ് ഓവർ കൊടുക്കാറാണ്, അപ്പോൾ കുറച്ചൊക്കെ കുറയും. 4 പിള്ളേരുണ്ടല്ലോ ഈ പോരി വെയിലത്ത് സൈക്കിൾ ഓടിച്ച് കളിക്കുകയാണ്. ഇവരുടെ വീട്ടുകാർ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ലേ ആവോ. എൻ്റെ എഡിറ്റിങ്ങും ചെറിയൊരു മയക്കവും ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ശ്രീയേട്ടൻ വന്നു. വെറും കയ്യോടെ അല്ല കേട്ടോ, കവറിൽ എനിക്കുള്ള പണിയുണ്ട്. ചായ ഉണ്ടാക്കട്ടെ, എന്നിട്ട് നോക്കാം. ശ്രീയേട്ടൻ വന്നപ്പോൾ കയ്യിലൊരു കവർ ഉണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിച്ചോന്നറിയില്ല. ചീരയായിരുന്നു. പച്ച ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്. അപ്പം ഇനി ആ ചീരയൊക്കെ നന്നാക്കിയിട്ട് വേണം എനിക്ക് അതൊക്കെ ഫ്രിഡ്ജിലേക്ക് കയറ്റാൻ. അപ്പം എനിക്ക് അടുത്ത പണി കിട്ടി. പുഴുവൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ. ചേട്ടൻ വന്നല്ലോ, ഇനി ഞാൻ ഒറ്റയ്ക്കല്ല. സോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്നാൽ പിന്നെ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സന്തോഷമായിട്ടിരിക്കുക, സുരക്ഷിതരായിട്ടിരിക്കുക. ബൈ.